എബൌട്ട് മീ പേജ് വേർഡ് പ്രസ്സിൽ എങ്ങനെ ഡിസൈൻ ചെയ്യാം എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. സോ ഇതാണ് നമ്മുടെ വെബ് പേജ്. ഓക്കെ, ഇവിടെ എബൌട്ട് മീ മെനു ഉണ്ട്. മെനു ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു എബൌട്ട് മീ പേജ് നമുക്ക് ഡിസൈൻ ചെയ്ത് എടുക്കാൻ സാധിക്കണം. സോ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ അഡ്മിൻ പാനലിലേക്ക് വരിക. അഡ്മിൻ പാനലിലേക്ക് വന്നിട്ട് എബൌട്ട് മീ എന്ന് പറയുന്ന നമ്മുടെ പേജിനെ എലമെൻ്റർ വെച്ചിട്ട് എഡിറ്റ് ചെയ്യാം. അപ്പോൾ ഒരു കംപ്ലീറ്റ് ഒരു പേജ് ഡിസൈനാണ് ഉദ്ദേശിക്കുന്നത്, കംപ്ലീറ്റ് ഒരു എബൌട്ട് മീ പേജ് ഡിസൈനാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തിൻ്റെ ആവശ്യമുണ്ട്, അവിടെ അഡീഷണൽ എലമെൻസിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ അഡീഷണൽ എലമെൻറ്റ്സ് ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എലമെൻ്റർ അത്യാവശ്യമാണ്. അപ്പം എലമെൻ്റർ പേജിലേക്ക് വരിക. എന്നിട്ട് ഫസ്റ്റ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ഒരു കണ്ടെയ്നർ ആഡ് ചെയ്യാം. ഒരു എലമെൻ്റ് ഇടാൻ നമുക്ക് എന്ത് വേണം, ഒരു കണ്ടെയ്നർ വേണം. അപ്പോൾ ജസ്റ്റ് ക്ലിക്ക്, ഇതിൽ ഫ്ലെക്സ് ബോക്സ് ഉണ്ട്, ഗ്രിഡും ഉണ്ട്. അപ്പം ഫ്ലെക്സ് ബോക്സിലാണ് ഒരു ബ്ലാങ്ക് കണ്ടെയ്നറൊക്കെ വരുന്നത്, ഫ്ലെക്സ് ബോക്സിലാണ്. അപ്പം വി ചൂസ് ഫ്ലെക്സ് ബോക്സ്. അപ്പം നമുക്ക് വേണ്ടത് ഒരു ബ്ലാങ്ക് കണ്ടെയ്നർ സെലക്ട് ചെയ്യാം. ഓക്കെ, കണ്ടെയ്നർ അവിടെ ബിൽഡ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു ബാനർ ഇമേജ്, ആ ബാനർ ഇമേജിൻ്റെ മുകളിലായിട്ട് ഒരു പേഴ്സണൽ വെബ്സൈറ്റ് ആയതുകൊണ്ട് ആ പേഴ്സണിൻ്റെ ഒരു ഇമേജ് പേര്, പിന്നെ ഒരു ടാഗ് ലൈൻ പോലെ ചെറിയൊരു ടെക്സ്റ്റൽ കണ്ടന്റ്, ഇത്രയും കാര്യങ്ങളാണ് ഇടാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഒരു ഇമേജ് ഇടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ഒരു എലമെൻറ്റ്സ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഈ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ആയതുകൊണ്ട് കണ്ടെയ്നറിനെ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ എഡിറ്റ് കണ്ടെയ്നർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അതിൽ സ്റ്റൈൽ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ഒരു ബാക്ക്ഗ്രൗണ്ട് ഇമേജ് അല്ലെങ്കിൽ ഇമേജാണ് ഉദ്ദേശിക്കുന്നത്. സോ ചൂസ് ബാക്ക്ഗ്രൗണ്ട് ടൈപ്പ് ക്ലാസിക്, ദെൻ ആഡ് ദ പിക്ചർ. ഒരു പിക്ചർ ഇട്ടു, പിക്ചർ അവിടെ ലോഡായിട്ട് വന്നിട്ടുണ്ട്. ഇനി ആക്ച്വലി നമുക്ക് ഇത് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും, ഈ ഇമേജ് വന്നിട്ട് ഇങ്ങനെയാണ് സൈറ്റിലേക്ക് ലോഡായിട്ടുള്ളത്. ഓക്കെ, ഇത് കംപ്ലീറ്റ് ഇമേജ് ഇല്ല. പിന്നെന്താണ്, നമ്മുടെ സ്പ്ലിറ്റായിട്ട് ഇമേജ് സ്പ്ലിറ്റായിട്ടൊക്കെയാണ് സൈറ്റിലേക്ക് ലോഡായിട്ടുള്ളത്. അപ്പം ഇവിടെ അഡ്മിൻ പാനലിലേക്ക് വരിക. ഇപ്പം എന്ത് ചെയ്യാം, ഡിസ്പ്ലേ സൈസ് എന്ന് പറയുന്നത് കവർ ആക്കി വെക്കുക. ഓക്കെ, ഡിസ്പ്ലേ സൈസ് കവർ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. റിപ്പീറ്റ്, നോ റിപ്പീറ്റ് കൊടുക്കുക. കാരണം അത് ഒരു സിംഗിൾ ഇമേജ് മാത്രമാണ് നമുക്ക് ബാനറായിട്ട് വരേണ്ടത്. അപ്പോൾ ആ ഒരു സ്പേസ് ഫില്ല് ചെയ്യാൻ ഒന്നിലധികം ഇമേജസ് സ്പ്ലിറ്റ് ചെയ്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു, അത് ഒഴിവാക്കാനാണ് നമ്മൾ നോ റിപ്പീറ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുന്നത്. അത്രയായി. ഇനി നമുക്ക് ജസ്റ്റ് ലേഔട്ട് ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ലേഔട്ട് ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഹൈറ്റ് ജസ്റ്റ് ഒന്ന് ഇൻക്രീസ് ചെയ്യാം. അപ്പോൾ ഇമേജ് നമുക്ക് ബാനർ ഇമേജ് എത്രത്തോളമാണോ വേണ്ടത് അത്രയും ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇവിടെ മിനിമം ഹൈറ്റ് എന്നുള്ളത്. മിനിമം ഹൈറ്റ് എന്നുള്ള ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അത്രയും ചെയ്യാം. പബ്ലിഷ്. റീലോഡ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇമേജ് ഒരു ബാനർ ഇമേജ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ആക്ച്വലി നമ്മൾ അഡീഷണൽ കണ്ടന്റ് ആഡ് ചെയ്യുന്നതോറും നമ്മളെ ഈ ഫോട്ടർ പോർഷൻ താഴോട്ട് വരും. തൽക്കാലത്തേക്ക് നമുക്ക് അങ്ങനെ തന്നെ കീപ്പ് ചെയ്യാം. ഇനി വേണമെങ്കിൽ മിനിമം ഹൈറ്റ് ജസ്റ്റ് മിനിമം ഹൈറ്റ് കുറച്ചൊരു കൂടി ഇൻക്രീസ് ചെയ്യാം, കാരണം ഇനിയും അഡീഷണൽ എലമെന്റ്സ് നമ്മൾ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഇതിനൊരു ബാക്ക്ഗ്രൗണ്ട് ഓവർലേ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ബാക്ക്ഗ്രൗണ്ട് ഓവർലേ സ്റ്റൈലിൽ ബാക്ക്ഗ്രൗണ്ട് ഓവർലേ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഓവർലേയിൽ എന്താണ് ഒരു കളർ ചൂസ് ചെയ്യും. ബാക്ക്ഗ്രൗണ്ട് ഓവർലേയിൽ ഒരു കളർ കംപ്ലീറ്റ് ഞാനൊരു ഈ ഒരു സൈറ്റിൽ ഈ ഒരു കളർ ഷെയ്ഡാണ് യൂസ് ചെയ്തത്.
അത് വേണമെന്നുണ്ടെങ്കിൽ അത് തന്നെ ചൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഡാർക്കാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഡാർക്ക് കളർ ബ്ലാക്ക് കളറിൻ്റെ ഷെയ്ഡ്സ് കൊടുക്കാം. ഒപ്പോസിറ്റി അഡ്ജസ്റ്റ്മെന്റ്, അതായത് നമ്മുടെ പിന്നെ ബാക്ക്ഗ്രൗണ്ട് ഓവറിലേക്ക് ഒപ്പാസിറ്റി കൂട്ടിയൊന്ന് കുറക്കാനുള്ള ഓപ്ഷനാണ് ഒപ്പാസിറ്റി എന്നുള്ള ഈ ഒരു ഓപ്ഷൻ. അറ്റൻഡ് ചെയ്യാം, പബ്ലിഷ് ചെയ്യാം. നമ്മൾ ഉദ്ദേശിച്ച പോലെ നമ്മളെ പേജ് അവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബാനർ ഇമേജ് അല്ലെങ്കിൽ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇമേജിന് മുകളിൽ വീണ്ടും ഞാനൊരു ഇമേജ് ഇടാൻ ഉദ്ദേശിക്കുന്നു. അപ്പം ജസ്റ്റ് ഇമേജ് ക്ലിക്ക് ചെയ്യാം. അപ്പം എന്നിട്ട് ചൂസ് ആൻ ഇമേജ് അപ്ലോഡ് ചെയ്യാം. ഈ ഒരു പേഴ്സണൽ ഇമേജ് ആണ് അവിടെ ഇടാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഒരു പേഴ്സണൽ ഇമേജ് ഇടുക. അതിൻ്റെ സൈസ് തംബ്നെയിൽ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. അതിനുശേഷം ക്യാപ്ഷൻ ഒന്നും വേണ്ട. നമുക്ക് ഇനി വേണ്ടത് അതിൻ്റെ സ്റ്റൈൽ ഓപ്ഷനിലേക്ക് പോവുക. സ്റ്റൈൽ ഓപ്ഷനിലേക്ക് പോയതിനു ശേഷം അതിൻ്റെ ബോർഡർ റേഡിയസ്, അതൊരു സർക്കിളിൻ്റെ അകത്ത് ഫിറ്റ് ചെയ്യുന്ന രീതിയിൽ ഈ ഒരു മോഡലിൽ അതിനെ കീപ്പ് ചെയ്യാം. ഓക്കെ, ഇനി ഇവിടെ ലേഔട്ടിനകത്ത് ഇതിൻ്റെ മാർജിനും പാഡിങ്ങും അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഒരു എലമെൻറ്റിൻ്റെ ലൊക്കേഷൻ നമുക്ക് കറക്റ്റായിട്ട് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി മാർജിനും പാഡിങ്ങും യൂസ് ചെയ്യുന്നത്. അതായത് അതിന് ടോപ്പ് മാർജിനിൽ നിന്ന് എത്ര ഡിസ്റ്റൻസ് താഴേക്ക് വരണം, അല്ലെങ്കിൽ റൈറ്റ് മാർജിനിൽ എത്ര ഡിസ്റ്റൻസ് അഡ്ജസ്റ്റ് ചെയ്യണം, അതിനുള്ള ഓപ്ഷൻസ് ആണ് ഈ മാർജിനും പാഡിങ്ങും. അപ്പോൾ ഞാൻ ആക്ച്വലി നമ്മുടെ ഇമേജ് കിടക്കുന്നത് ടോപ്പിലാണ്. നമുക്കിത് റീലോഡ് ചെയ്താൽ നമുക്ക് മനസ്സിലാവും. ടോപ്പിലാണ് കിടക്കുന്നത്. അപ്പം വി വാണ്ട് ടു മേക്ക് ദിസ് ഇമേജ് ഇൻ സെൻറ്റർ. ഓക്കെ, അപ്പം അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, മാർജിനും പാഡിങ്ങും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പം മാർജിനും പാഡിങ്ങും അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ നമുക്ക് എന്തുണ്ട്, ലിങ്ക് വാല്യൂസ് ടുഗദർ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അത് സെലക്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ടോപ്പിൽ നിന്നും റൈറ്റിൽ നിന്നും ബോട്ടത്തിൽ നിന്നും ലെഫ്റ്റിൽ നിന്നും പിന്നെ ഒന്നിച്ചാണ് വാല്യൂസ് അഡ്ജസ്റ്റ് ആവുക. അപ്പം നമുക്ക് വേണ്ട ടോപ്പിൽ നിന്ന് മാത്രമാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ, ടോപ്പിലുള്ള ഡിസ്റ്റൻസ് മാത്രമാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അത് അൺടിക്ക് ചെയ്യണം. ലിങ്ക് വാല്യൂസ് ടുഗദർ എന്ന് പറയുന്നത് അൺടിക്ക് ചെയ്തിട്ട് മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, അത്യാവശ്യം സെൻറ്ററിലേക്ക് വന്നിട്ടുണ്ട്. പബ്ലിഷ് ചെയ്യാം. അപ്പം കുറച്ചുകൂടി സെൻറ്ററിലേക്ക് ആക്കാം. ഇനി വേണ്ടത് ഒരു എലമെന്റ് കൂടി, അതായത് ജസ്റ്റ് ഇവിടെ പേഴ്സണൽ ഫോട്ടോഗ്രാഫിന്റെ താഴെ ടെക്സ്റ്റ് ഒരു നെയിം കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ടെക്സ്റ്റ് ഹെഡിങ്ങും കൂടി ആഡ് ചെയ്തു. അപ്പോൾ അവിടുത്തെ കണ്ടന്റ് ജസ്റ്റ് ചേഞ്ച് ചെയ്യാം. പേഴ്സണൽ ഇമേജിന്റെ താഴെയായിട്ട് ഒരു അഡീഷണൽ എലമെന്റ് കൂടി ഇടുന്നുണ്ട്. ജസ്റ്റ് ഒരു നെയിമും ആ നെയിമിന് താഴെയായിട്ട് ഒരു ടാഗ് ലൈൻ വേർഡും കൂടി ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇത് ഈ ഒരു കണ്ടെയ്നറിൽ തന്നെയാണ് നമുക്ക്
കണ്ടന്റ് വേണ്ടത്. അപ്പം എന്ത് ചെയ്യാം, ടെക്സ്റ്റ് ഹെഡിങ് ഒന്ന് പ്ലേസ് ചെയ്യാം, അവിടെ പ്ലേസ് ചെയ്യാം. കണ്ടെയ്നർ സെലക്ട് ചെയ്തിട്ട് ആഡ് എലമെന്റ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാം, ടെക്സ്റ്റ് കണ്ടന്റ് കൊടുക്കാം. ഓക്കെ, ദെൻ ജസ്റ്റ് ഇതിനെ ഒന്ന് സെൻട്രലൈസ് ചെയ്യാം, അതിൻ്റെ പൊസിഷൻ ഒന്ന് സെൻട്രലൈസ് ചെയ്യാം. ദെൻ കണ്ടന്റ് ചേഞ്ച് ചെയ്യാം. ഓക്കെ, നമുക്ക് ആവശ്യാനുസരണം നമ്മുടെ ടെക്സ്റ്റ് കണ്ടന്റ്, അതുപോലെ ടെക്സ്റ്റ് സ്റ്റൈല്, കളറ്, ഫോണ്ട് സൈസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ വെച്ചിട്ട് കളർ ചൂസ് ചെയ്യാം. ഇതിലൊരു മാച്ചിങ് കളർ നമുക്ക് ചൂസ് ചെയ്യാം. അതിനുശേഷം ചെയ്യേണ്ടത്, ഇനി എന്തെങ്കിലും ടൈപ്പോഗ്രഫി ചേഞ്ചസ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഓപ്ഷൻ കൂടി നമുക്ക് യൂസ് ചെയ്യാം. നമുക്ക് ആപ്റ്റായിട്ട് തോന്നുന്ന ഒരു ഫോണ്ട് സ്റ്റൈലും സൈസും നമുക്കത് ഇവിടുന്ന് ഫിക്സ് ചെയ്യാം. അത്രയും മതി. ഞാൻ ഇനി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അഗെയിൻ അതിൻ്റെ താഴെ ഒരു ടാഗ് ലൈൻ വേർഡ് ഇടാനാണ്. അഗെയിൻ നമ്മുടെ കണ്ടെയ്നർ സെലക്ട് ചെയ്യുക, വീണ്ടും ഒരു ആഡ് എലമെന്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ടെക്സ്റ്റ് കണ്ടന്റ് ആണ് പിന്നെയും ആവശ്യം. ജസ്റ്റ് അതിനെ അലൈൻ ചെയ്ത് സെൻറ്ററിലേക്ക് ഇടാവുന്നതേ ഉള്ളൂ. അവിടെ സ്പേസിങ് ഇല്ലാത്തത് കൊണ്ടാണ് ആക്ച്വലി അവിടെ എലമെന്റ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റാതെ വരുന്നത്. അപ്പം ചെറുതായിട്ട് നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് കണ്ടന്റിന്റെ അലൈൻമെന്റ്, കുറച്ച് ബോട്ടം അലൈൻമെന്റ് ചെറുതായിട്ടൊന്ന് മാറ്റി, മീൻസ് അതിനെ പിക്ചറിനോട് അടുപ്പിച്ച് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി ഒരു ആഡ് എലമെന്റ്, ഇനി കണ്ടന്റ് ചേഞ്ച് ചെയ്യാം. ഡെവലപ്പർ ആൻഡ് ട്രെയിനർ, നമുക്ക് ആവശ്യമുള്ള കണ്ടന്റ് ജസ്റ്റ് അവിടെ പ്ലേസ് ചെയ്യാം. മുകളിലത്തെ ടെക്സ്റ്റ് ചെയ്തതുപോലെ അലൈൻമെന്റ് ഫിക്സ് ചെയ്യാം. ടാഗ് ലൈൻ നോർമലി സൈസ് കുറച്ച് കുറവായിരിക്കും, സോ ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യുക സൈസ്. നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ ഇതിൻ്റെ
അലൈൻമെന്റ് സെറ്റ് ചെയ്യാം. അത്രയാണ് ഉദ്ദേശിച്ച കാര്യം. ഇനി അത്രയും കണ്ടന്റ് നമുക്ക് ഓക്കെ ആയി.